ഹലോ മക്കളെ, അപ്പം നമ്മളുടെ ക്രോമസോംസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. 2 ടൈപ്പ് ക്രോമസോംസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അതിൽ തന്നെ ഡിഫറൻസ് എവിടെയാണ്? മെയിൽസിലും ഫീമെയിൽസിലും 6 ക്രോമസോം ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണ്? 46 ക്രോമസോംസ് ഉണ്ടെങ്കിൽ അതിൽ 44 എണ്ണം നമ്മളുടെ സൊമാറ്റിക് ക്രോമസോമാണ്. അത് രണ്ടുപേർക്കും സെയിം ആണ്. അതാണ് നമ്മളുടെ ശാരീരികമായിട്ടുള്ള അല്ലെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിനും നമ്മളുടെ ക്യാരക്ടറിനും എല്ലാം കാരണം. ബാക്കി 2 എണ്ണം ഉണ്ട്. ആ ബാക്കി 2 എണ്ണം അതെന്താണ്? മെയിലിനും ഫീമെയിലിനും ഡിഫറെൻ്റ് ആണ്. അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതിൽ തന്നെ നമ്മൾ മെയിൽസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽസിന് അത് XY ആണ് ആൻഡ് ഫീമെയിൽസിന് അത് XX ആണ് അല്ലേ? അപ്പോൾ നമ്മൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും എങ്ങനെയാണ് എഴുതുക? 44 2 പേർക്കും സെയിം ആണ്. 44 തന്നെയാണ്, ഇവിടെയും 44 തന്നെയാണ്. ആൻഡ് ഫീമെയിൽസിലാണെങ്കിൽ അത് XX ആണ്, മെയിൽസിലാണെങ്കിൽ അത് XY ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയായി? നമുക്ക് 46 ആയില്ലേ? 46 കറക്റ്റ്. ഓക്കെ, പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ആരാണ്? നമ്മളുടെ 6 ക്രോമസോം ആണെന്ന് പറഞ്ഞു. ആൻഡ് 44 ക്രോമസോം ഉള്ള ഒരു കോശം നമ്മളുടെ ഗ്യാമേറ്റ്സ് ആയിട്ട് മാറുമ്പോൾ, ഗ്യാമേറ്റ്സ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേം അല്ലെങ്കിൽ ഓവമായിട്ട് മാറുമ്പോൾ അത് നേർ പകുതിയാകും അല്ലേ? 46 ഉള്ളത് എന്തായിട്ട് മാറും? 23 ആകും. എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആകാം? ഈ 44 എന്നുള്ളത് നമുക്ക് സ്പ്ലിറ്റ് ആവും. എത്രയൊക്കെ ആയിട്ട് മാറും? 22 അല്ലേ? ഫീമെയിൽസിലും 44 എന്തായിട്ട് മാറും? 22. ഒന്നുകിൽ ഇത് X ആകാം അല്ലേ? ഇപ്പോൾ ഫീമെയിൽസിലാണെങ്കിൽ നമുക്കിതാ 22 പ്ലസ് Xും ഇങ്ങോട്ടും വന്നു ഇങ്ങോട്ടും വന്നു അല്ലേ? അല്ലെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ എങ്ങനെ എഴുതാം? നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 46നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, പകുതിയാവുക എന്ന് പറയുമ്പം ഇതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ 44 + 2 എന്നല്ലേ പറയാം. അപ്പോൾ ഇവിടെയും 22 വന്നു, ഇവിടെയും 22 വന്നു. ഇനി ഫീമെയിൽസിലാണെങ്കിൽ ഇവിടെ XX അല്ലേ ഉള്ളത്? അപ്പോൾ ഒരു X ഇവിടേക്കും വന്നു, ഒരു X ഇവിടേക്കും വന്നു. മെയിൽസിലാണെങ്കിലോ 22 + X ഇങ്ങോട്ടേക്കും വന്നു, 22 + Y ഇങ്ങോട്ടും വന്നു. അങ്ങനെ ക്രോമസോമുകൾ നേരെ പകുതിയാകും. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ, ബീജസംയോഗം നടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരുമാണ് കൂടിച്ചേരുന്നതെങ്കിൽ അച്ഛൻ്റെ സ്പേമിനകത്ത് ഈ X ക്രോമസോം ആണ് ഉള്ളതെങ്കിൽ ഇതെന്തായി? 44 + XX, അതായത് പെൺകുഞ്ഞായിട്ട് മാറി. ഇനി അച്ഛൻ്റെ സ്പേമിനകത്ത് Y ക്രോമസോം ആണ് വന്നതെങ്കിൽ ഇത് 44 + XY ആയി, അതായത് ബോയ് ചൈൽഡായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഫാദറിൻ്റെ XY ക്രോമസോം ആണ്. ക്ലിയർ?